ഹലോ എല്ലാവർക്കും സുഖമല്ലേ. ഇന്ന് നമ്മുടെ ഊട്ടിയിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പം നമ്മൾ ഊട്ടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഹോട്ടലിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഒക്കെ ഇതിൻ്റെ അടുത്തുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് പോകാമെന്ന് കരുതി. അതിനുശേഷം നമ്മൾ ദൊഡ്ഡാപ്പേട്ട് പീക്കിൽ പോകാമെന്ന് കരുതി. ഇപ്പോൾ ഗവർണർ വന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ഒരു ചോക്ലേറ്റ് ഉണ്ടാവുന്നത്, കൊക്കോ മരത്തിൽ നിന്ന് കൊക്കോ പറിക്കുന്നതും അതുപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും ഡീറ്റെയിൽ ആയിട്ടൊരു സ്ക്രീനിൽ LED സ്ക്രീനിൽ അവർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ മിഷൻ അവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് നമ്മൾ ലാസ്റ്റ് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് വരുന്ന 30 രൂപയായിരുന്നു. ആ 30 രൂപയ്ക്കുള്ള ചോക്ലേറ്റ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റും ഇതുകൊണ്ട് തോന്നുന്നു, മിൽക്ക് ചോക്ലേറ്റ്. നോക്ക് എങ്ങനെയുണ്ട്, ആണോ? ജാക്ലേറ്റ് കഴിക്കുക, എങ്ങനെയുണ്ടെന്ന് പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിനി ടീ ഫാക്ടറി കാണാനായിട്ട് പോവാം. ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ഒരു ചായ ഉണ്ടാകുന്ന കഥ അത് നമുക്കറിയില്ല അല്ലേ. ഫസ്റ്റ് തന്നെ ഈ ഇലകൾ നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്ന് ശേഖരിച്ചിട്ട് അത് വെതറിങ്ങിനായിട്ട് നിരത്തിയിടും. ഒരു 12 to 16 മണിക്കൂറോളം അങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് നന്നായി ഇലകളെല്ലാം അരച്ചെടുത്തിട്ട് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ്സാണ് തേയിലയ്ക്ക് മണവും നിറവും എല്ലാം നൽകുന്നത്. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ചൂടുള്ള അവനിൽ ഇട്ടിട്ട് ബാക്കിയുള്ള ജലാംശം കൂടി തരികളിൽ നിന്ന് മാറ്റം ചെയ്യും. പലതരം അരിപ്പകളിലൂടെ കടത്തിവിട്ട് തേയിലയുടെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ വരുന്നത്. ഇതെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. നമ്മളൊരു ചായ കുടിക്കുമ്പോൾ അതിന് പിന്നിൽ എത്ര പേരുടെ കഷ്ടപ്പാടുണ്ടല്ലേ, എത്ര മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങും, നമുക്ക് ഒരു ഗ്ലാസ് ചായയും കൂടെ അവിടുന്ന് കിട്ടും കേട്ടോ. നമ്മൾ 10 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് അവിടെ കയറുന്നത്. ആ 10 രൂപയ്ക്കുള്ള ചായയും നമുക്ക് അവർ തരുന്നുണ്ട്. These substances can reduce the formation of free radicals in the body that protects cells and molecules. Oolong tea, the initial process of oolong tea manufacture. അങ്ങനെ ചായയുടെയും ചോക്ലേറ്റിൻ്റെയും പിന്നിലുള്ള കഥകളൊക്കെ കേട്ടിട്ട് നമ്മൾ അവിടെ തന്നെ ചോക്ലേറ്റ് മേടിക്കാനായിട്ട് കയറി. അവിടെ തന്നെ ഉണ്ടാക്കിയ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു. നമ്മൾ അവിടുത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും മേടിച്ചു കുറച്ച് ചോക്ലേറ്റ്സ്. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ദൊഡ്ഡാപ്പേട്ട പീക്കിലേക്ക് പോകാനാണ്. നമ്മൾ വന്ന ടൈമിൽ ഗവർണർ വന്നുകൊണ്ട് തന്നെ അവിടെ ഓപ്പൺ ആവോ ഇല്ലയോ എന്ന് അറിയില്ല. ഇന്നലെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഓപ്പൺ ആവാൻ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിയൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാവോ, കാണാൻ നല്ല രസമുണ്ടായി. പറഞ്ഞതുപോലെ തന്നെ അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ദൊഡ്ഡാപ്പേട്ടിലേക്ക് തിരിയുന്ന വഴി തന്നെ കൂക്കൽത്തുറ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിന്റെ ബോർഡ് കണ്ടു. അപ്പം നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇൻസ്റ്റഗ്രാമിലൊക്കെ അതിന്റെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൂക്കൽത്തുറയിലേക്ക് പോവാണ്. കൂക്കൽത്തുറ എന്ന് പറയുന്നത് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. വണ്ടിയിൽ ഫുൾ പെട്രോൾ ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ കൂക്കൽത്തുറയിലേക്ക് പോയതാണ്. പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ടൈം ഒന്ന് പേടിച്ചു. കാര്യം വഴിയിലൊന്നും ആളൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഒരു ഫോറസ്റ്റ് ഏരിയ ആണോ ഒന്നും നമുക്ക് അറിയില്ല. മാപ്പിൽ നോക്കുമ്പം വഴിയുണ്ട്, ക്ലിയർ ആയിട്ട് കാണിക്കുന്നു. എപ്പോഴും നമുക്ക് ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാനും പറ്റില്ലല്ലോ. ഇടയ്ക്ക് 1-2 വണ്ടികളൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് അത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തേയിലത്തോട്ടത്തിനുപരി നീലഗിരിയിൽ കൃഷികൾ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ കൂക്കൽത്തുറ എന്ന് പറയുന്നത്. പൊട്ടറ്റോ, ക്യാബേജ്, റാഡിഷ്, ക്യാരറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്.
അങ്ങനെ നമ്മൾ കൂക്കൽത്തുറയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന തമിഴ്നാടിൻ്റെ ഒരു ഭംഗിയില്ലേ, അതാണ് നമ്മൾ കൂക്കൽത്തുറയിലൂടെ പോയപ്പോൾ കണ്ടതും. ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഫോണിൽ എത്ര ക്യാപ്ചർ ചെയ്യാൻ നോക്കിയാലും ഇതിൻ്റെ ഒന്നും ഭംഗി ഒരിക്കലും നമുക്ക് നമ്മൾ നേരിൽ കണ്ണിൽ കാണുന്ന അത്രയും ഭംഗി നമുക്ക് ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നമ്മുടെ ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന എങ്ങോട്ടാണെന്ന് നമുക്കറിയില്ല. ഇടയ്ക്ക് കുറച്ച് ഫോറസ്റ്റ് ഏരിയാസ് വരും, പിന്നെയും നോർമലി ഒരു ഗ്രാമപ്രദേശങ്ങൾ വരും. അതുപോലെ അങ്ങനെയായിരുന്നു നമ്മൾ കൂക്കൽത്തുറയിലോട്ട് പോയ ജേണി മൊത്തം. തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളും അവിടെ അത്രയും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. നമ്മളവിടെ പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകാനേ നമുക്ക് തോന്നി. അത്രയും ഭംഗിയുള്ള വഴികളായിരുന്നു. ഇത് കണ്ടു, ഇത് അവിടുത്തെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കൂക്കൽത്തുറയിൽ ടൗണിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഹോട്ടലിൽ ചെന്നെത്തിയിട്ടുണ്ട്. നല്ല വിറകടുപ്പിൽ പൊറോട്ട ഉണ്ടാക്കുന്നൊരു ചേട്ടൻ്റെ കടയിലാണ് നമ്മൾ ചെന്ന്. അങ്ങനെ നമ്മൾ മേടിച്ചു കുറച്ച് പൊറോട്ടയും പിന്നെ ചിക്കൻ കുളമ്പെന്നാണ് പറയുന്നത്. നമുക്കറിയില്ലായിരുന്നു ചിക്കൻ കുളമ്പെന്ന് പറയുന്നത് ചാറ് മാത്രമാണെന്ന്. കഷ്ണങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് കുറവ്. ഇത്രയും കറിയും മേടിച്ചു, പൊറോട്ടയും മേടിച്ചു. നമുക്ക് ഒരുപാട് റേറ്റൊന്നും അല്ല, ഭയങ്കര തുച്ഛമായിട്ടുള്ള റേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല മനുഷ്യരായിരുന്നു കേട്ടോ അവിടുത്തെ. അങ്ങനെ അവർ നമുക്ക് ചിക്കൻ കുളമ്പും പൊറോട്ടയൊക്കെ അവർ പാഴ്സൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ഏതെങ്കിലും സീനറി ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മളതൊക്കെ പാഴ്സൽ മേടിച്ചിറങ്ങി. പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. ഒരു ലോറി മുഴുവൻ ചാക്കുകെട്ടുകളിൽ ക്യാരറ്റ് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് കൃഷിസ്ഥലത്തുനിന്ന് ക്യാരറ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതെന്നുള്ള പ്രോസസ്സാണിത്. ഈ ഒരു മെഷീനിൽ അവർ നന്നായിട്ട് കഴുകും. ഫസ്റ്റ് തന്നെ ഇത് കണ്ടോ, ഈ ക്യാരറ്റ് അവർ ഒരു ഓസ് ഇട്ടിട്ട് കഴുകിയാണ് ഈ ഒരു മെഷീനിലേക്ക് കയറ്റുന്നത്. ഇത് ഈ ഒരു മെഷീനിൽ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യും. ഇതിൻ്റെ ഓരോ നോസിലും ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ മെഷീനിലെ പ്രോസസ്സിൽ ഈ ക്യാരറ്റ് ഇങ്ങനെ മേളിൽ പോകുന്നുണ്ട് കേട്ടോ. കഴുകിയാണ് അത് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത പ്രോസസ്സ് ഇത് കണ്ടു, ഈ ഒരു റൗണ്ടിൽ കാണുന്ന ഈ സാധനം ഇതിനുള്ളിൽ വാഷ് ചെയ്തിട്ട് ഈ വെള്ളം എല്ലാം പോയി ഡ്രൈ ആയിട്ട് ഇങ്ങനൊരു ഇതിൽ വരും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് നെക്സ്റ്റ് പിന്നെ അവരത് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം വാഷ് ചെയ്തിട്ടാണ് നമുക്ക് ക്യാരറ്റ് അവർ ചാക്കുകളിലേക്ക് ആക്കുന്നത്. എനിക്ക് എൻ്റെ ഈ ഒരു ഊട്ടി ട്രിപ്പിൽ ഏറ്റവും വെർത്തായിട്ട് തോന്നിയത് നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തതാണ്. നമ്മളിത് കാണാൻ പറ്റിയതൊന്നുമല്ല, അവിടുത്തെ കുറേ മനുഷ്യരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അവരുടെ ഒരു നിഷ്കളങ്കത, അവരുടെ സംസാരം, നമ്മളോടുള്ള അപ്രോച്ച്, എനിക്ക് അതൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മളവിടുന്ന് ക്യാരറ്റ് നമുക്ക് അവിടുന്ന് സ്വന്തമായിട്ട് എടുക്കാനായിട്ട് തന്നു കേട്ടോ. നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരത് മേടിക്കാൻ തയ്യാറല്ലായിരുന്നു. എത്ര കിലോ വേണമെങ്കിലും എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അതവർ സംസാരിക്കുന്ന രീതി, ഒരു സ്നേഹമൊക്കെ നമുക്ക് കാണുമ്പം എന്തോ എനിക്ക് ഭയങ്കരമായിട്ടും അവരോടൊക്കെ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്തിരിക്കാൻ തോന്നും. അത്രയും നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരായിരുന്നു അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഉച്ച സമയമായി ഭക്ഷണം കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ നമുക്ക് പറ്റിയ സ്ഥലങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ സ്ഥലം നോക്കി നടക്കുവാണ്. നമ്മൾ ഫുഡ് പാഴ്സൽ മേടിച്ചിട്ടുണ്ട്, അത് കഴിക്കണം അല്ലേ? എല്ലാവർക്കും വിശക്കുന്നുണ്ടോ? വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാൻഡിലെങ്കിലും അങ്ങോട്ട് അതല്ല, ഇവരൊക്കെ ഇറങ്ങി വരുമോ താഴോട്ട്?
നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് സ്ഥലം കണ്ടുവച്ചോണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് ഫൈനലി ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ വെള്ളമൊക്കെ നമ്മുടെ ക്യാനിൽ നിന്ന് പകർത്തി വെക്കുകയാണ്. നമുക്ക് ഊട്ടിയിൽ വെള്ളം പ്ലാസ്റ്റിക് ബോട്ടിൽ അലൗഡ് അല്ല കേട്ടോ, ഈ 5 ലിറ്ററിൻ്റെ ബോട്ടിൽ മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. കുളമ്പെന്ന് പറയുന്നത് സാധാ ചിക്കൻ്റെ ഒരു ഗ്രേവിയാണ്. എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമ്മൾ വേറൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ രുചികളൊക്കെ അറിയണമല്ലോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇനി നമ്മൾ പോകുന്നത് ഊട്ടി ലേക്കിലേക്കാണ്. വെള്ളക്കുതിരയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി ചായ കുടിച്ചോണ്ട് ചായ വേണോ? ചായ വേണോ? ചായ വേണ്ട. എന്താ വേണ്ടേ? കപ്പലിൻ്റെ പുഴുങ്ങിയ കപ്പലിൻ്റെ വേണം. പുഴുങ്ങിയ കപ്പലുണ്ടിയാ? ഉണ്ണി അവൾ ഒരെണ്ണം കഴിക്കട്ടെ. എങ്ങനെയുണ്ട്? പുളിയൊന്നുമില്ല. പുളി ഇരിക്കാത്ത നല്ല ഈ സൈഡിൽ പൊട്ടും നമ്മൾക്ക് കൊള്ളാം. വേണ ഉണ്ണീനെ നീ നോക്കണ്ട. എങ്ങനെയുണ്ട്? കപ്പലണ്ടി പുഴുങ്ങിയത് എരിയും ചൂട് പോരാ, ചൂട് പോരാ കേട്ടോ. വേണം നിനക്ക്. ഇത് ഈ കാണുന്നതാണ് ഊട്ടിയിലേക്ക്. നമ്മൾ ഊട്ടിയിലേക്കുള്ള ബോട്ടിങ്ങിലൊന്നും പോയില്ല, പക്ഷെ നമ്മൾ വേറൊരു സംഭവത്തിൽ കയറി. ഇവിടുത്തെ ചെറിയൊരു ടോയ് ട്രെയിൻ ഉണ്ട്. നമ്മൾ പാർക്കിലൊക്കെ കാണുന്ന പോലെ കറക്റ്റ് നമ്മുടെ റെയിൽവേ ട്രാക്കൊക്കെ പോലെ തന്നെയാണ് സംഭവം. അങ്ങനെ നമ്മളും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പം ഇത് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇനി ഇത് പുതിയതായിട്ട് വന്നതാണോ ഓൾറെഡി ഉണ്ടായിരുന്നതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളും കയറി ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾക്ക് ടിക്കറ്റിന് 60 രൂപയാണ് വരുന്നത്. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി, അത്രയ്ക്കൊന്നും ഇല്ല. അങ്ങനെ ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഈ സെയിം ട്രെയിൻ തന്നെ അങ്ങേ അറ്റം വരെ പോയിട്ട് തിരിച്ചു വരും. അപ്പം നമുക്ക് ട്രെയിനിലേക്ക് കയറാം. ഞാൻ കേട്ടിട്ടില്ല. നോക്കാൻ തുടങ്ങിയിട്ടില്ല. എന്തെങ്കിലും പഠിച്ചതൊന്നും എന്നാലും വീട്ടിൽ പഠിച്ചു കാരണം കൊള്ളാല്ലേ ഇത്? സെപ്പറേറ്റ് ഒരു ഷോർട്സ് ഇടും.
അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി അത്ര അടിപൊളിയാണെന്ന് പറയാനില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ജസ്റ്റ് ആ ഊട്ടിയിലേക്കിൻ്റെ കുറച്ചറ്റം വരെ പോയിട്ട് തിരിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഡേ 2 ഇവിടെ കഴിയാണ് കേട്ടോ. ഇനി നമ്മൾ ചായ കുടിച്ച് റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കുകയാണ്. ഡേ 3യുടെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, ബൈ.